അപ്പൊ ഞങ്ങൾ ഇന്ന് തുള്ളൽ അപ്പൊ അതും ഞാനും ഇത് വന്നിട്ടില്ല. അമ്മമ്മയും അമ്മച്ചനെ കൂടി ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള തുള്ളലാണ്. ഞങ്ങള് രാത്രി അപ്പൊ ഞങ്ങള് തുള്ളലിനെ കാണിച്ചു തരാം. തുള്ളല് അപ്പൊ തുള്ളലിനുള്ളതൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കാട്ടോ. കളൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. അപ്പൊ തുള്ളൽ തുടങ്ങാനായി തോന്നുന്നു. ഇവിടെ മൈക്കേലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കുടുംബത്തിലെ എല്ലാവരും വരും കേട്ടോ തുള്ളലിന്. എനിക്ക് പറ്റിയ വീഡിയോസ് പിടിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാട്ടോ ഈ നാഗക്കളം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 3 ദിവസത്തെ പരിപാടിയാണ് കേട്ടോ ഇവിടെ ഉണ്ടാവുക. ഓരോരുത്തർ കളം അങ്ങനെ നേർന്നിട്ടുണ്ടാവും. ആ കളങ്ങളാണ് കേട്ടോ ഓരോ ദിവസം ഇവിടെ നടക്കുക. പിന്നെ ലാസ്റ്റ് ഭൂതക്കളൊക്കെ ഉണ്ടാവും. അത് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇതെന്താണെന്നറിയോ, ഇത് നാഗങ്ങളെ നാഗത്തറയിൽ നിന്ന് കളത്തിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവരാണ് കേട്ടോ. അത് സാധനത്തിലെ തിരിയിലെ കൈകൊണ്ട് വീശി കളിക്കുക. ഊതരുത്, വീശി കളിക്കും. ഇതിന്റെ തട്ടിമേലെ ശരീരത്തിനോടെ ഒട്ടിപ്പിടിക്കുന്ന കേട്ടോ. നേരെ തട്ടിമേലെ ഉണ്ടാക്കുക. നേരെ കൊല്ല മതി. അവിടെ പഠിക്കണം നോക്കുക. കൊല്ലമ്പോഴേ 3 നമ്മയ്ക്ക് 8 മൊത്തമുള്ള 2 കിലോമീറ്റർ ഇവിടെ കിലോമീറ്റർ 3 കിലോമീറ്റർ 2 വർഷം പിടിക്കുക. പാലത്തിന് തിരുവനന്തപുരത്തിന് 1 വർഷം പിടിക്കുക. അടച്ചലും തിരിയും പോലെ തിരകോലെ ഇതിന്റെ ചുറ്റും കുറെ ഒരുക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് കേട്ടോ പുള്ളോമാരെ വിളിച്ച് പറയണത്. ഇവര് കളം വരയ്ക്കുന്നത് കാണാൻ നല്ല ഭംഗിയാട്ടോ. നല്ല രസമാണ് കേട്ടോ ഇത് കണ്ടോണ്ടിരിക്കാൻ. കളത്തിന്റെ ഉള്ളിൽ വരണിക്കണ കണ്ടോ, അത് ശിവലിംഗത്തിന്റെ ചുറ്റിലും പാമ്പ് ചുറ്റിയതാണ് കേട്ടോ കളത്തിൽ വരഞ്ഞിരിക്കുന്നത്. ഇതാണ് കേട്ടോ പൂജാരി. കുറെ പൂജകളൊക്കെ ചെയ്യാണ്ട് ഇതിന്റെ ചുറ്റും. പുള്ളോമാരി ഇവരെ കളത്ത് കൈമളി എന്നൊക്കെയാണ് കേട്ടോ വിളിക്കുക. ഇതാ നിൽക്കണ ആ 2 ചേച്ചിമാര് മുണ്ടെടുത്ത് നിൽക്കണ്ടേ, അവരാണ് കളത്തിലിരിക്കേണ്ട ആൾക്കാർ. കുറേ ചടങ്ങുകൾക്ക് ശേഷമാണ് കേട്ടോ ഇവർ കളത്തിലിരിക്കുക. ശുദ്ധജലമൊക്കെ തളിച്ചിട്ട് ഇവർ കളത്തിലിരിക്കും. പിന്നെ നാഗങ്ങൾ മേത്ത് കയറി കഴിഞ്ഞാൽ വന്നിട്ട് കളം മായ്ക്കുകയാണ് കേട്ടോ ചെയ്യുക. ഈ മറ്റേ പൂജാ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റും. അപ്പോൾ കളം മായ്ക്കുകയാണ് ചെയ്യുക. അവർക്ക് ചെയ്യാനുള്ള ചടങ്ങുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അനുസരിച്ചിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കന്യകമാര്. ഇതാണ് കേട്ടോ തിരിയൊഴിച്ചില്. അവരിങ്ങനെ തീ വെച്ചിട്ട് കളിച്ചിട്ട് നമ്മുടെ അടുത്ത് കൂടെ ഇങ്ങനെ വരും.
നമ്മുടെ അടുത്തു കൂടെ വന്നിട്ട് ഇവർ ഉഴിയൊക്കെ ചെയ്യും കേട്ടോ. അപ്പം നമ്മൾ ദക്ഷിണയൊക്കെ കൊടുക്കും ഇവർക്ക് പൈസ. ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പുള്ളോർക്കുടം നടക്കണതാണ് കേട്ടോ. ഇവർ നെല്ലും കൊണ്ടാണ് കേട്ടോ പുള്ളോർക്കുടം നടക്കണത്. ചിലർ വഴിപാടിനനുസരിച്ചിട്ട് അരിയും കൊണ്ടൊക്കെ പുള്ളോർക്കുടം നിറയ്ക്കാറുണ്ട്. കണ്ടോ, പുള്ളോർക്കുടത്തിൻ്റെ സൈഡിലൊരു നാഗത്തിൻ്റെ ഇതൊക്കെ തോർത്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നെല്ല് വാരിയിട്ട് പുള്ളോർക്കുടത്തേക്ക് 3 വട്ടം ഇടണം. ചിലർക്കറിയുണ്ടാവും ഈ പുള്ളോക്കൂടം എന്താണെന്ന്. നാവൂറ് പാടാൻ വരുമ്പോഴൊക്കെ കൊണ്ടുവരാറുണ്ട് പുള്ളോക്കൂടം. പാലക്കാട് ജില്ലയിലൊക്കെ നാവൂറ് പാടാൻ വരാറുണ്ട്. ഇവരുടെ പുള്ളോക്കൂടത്തിൻ്റെ ഉള്ളിൽ ഭയങ്കര സ്ഥലമാണ് കേട്ടോ. എത്ര നെല്ലിട്ടാലും പുള്ളോക്കൂടത്തിൻ്റെ ഉള്ളിൽ നിറയില്ല. നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കുമ്പോൾ ചെയ്യണതാണ് കേട്ടോ ഈ പുള്ളോക്കൂടം നിറയ്ക്കൽ. അങ്ങനെ അവർക്ക് അതിൻ്റെ പ്രസാദമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ തുള്ളലും അടങ്ങി കളം വായിക്കണ വീഡിയോ എടുക്കാൻ പാടില്ല എന്നാട്ടോ പറയുക. അങ്ങനെ കുറേ നേരത്തിന് ശേഷം കന്യകമാരൊക്കെ ഇരുന്നു കേട്ടോ കളത്തിൽ. അപ്പോൾ കുടുംബക്കാരൊക്കെ വന്ന് തൊഴുകയാണ്. ഇനി ഇവർ പാട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ കളം വായിക്കാൻ തുടങ്ങും കേട്ടോ. വീഡിയോ